സീനിയർ സിറ്റിസൺസ് സർവീസ് കൗൺസിലിൻ്റെ ലിവിംഗ് വിൽ ക്യാമ്പയിൻ ആലുവ ഫെഡറൽ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ ഹാളിൽ മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് പേർക്ക് എല്ലാം വിൽപ്പനയ്ക്കുള്ളതാണ്. ആളുകൾ കാണാനുണ്ടെന്ന് വെച്ചാൽ എന്തും കാര്യം, കേൾക്കാനുണ്ടെന്ന് വെച്ചാൽ എന്തും പറയും. അത് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ എന്തും പറയാം, ആരെയും പറയാം. അവിടെ ഒന്നും ഒരു എത്തിക്സും പുലർത്താൻ, ഒരു ധാർമ്മികതയും പുലർത്താൻ നമുക്ക് കഴിയുന്നില്ല. അത് ഒരുപാട് കുടുംബങ്ങളെ പിച്ചപ്പാളിയടിപ്പിക്കുന്നു. ഒരുപാട് കുടുംബത്തിലെ ഈ പ്രായമായ ആളിനെ ബോധരഹിതമായി മാസങ്ങളോളം ഹോസ്പിറ്റലിൽ കിടത്തി അവസാനം അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം മാത്രമല്ല, എല്ലാവരുടെ സമ്പാദ്യവും ഈ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. കാരണം ഹോസ്പിറ്റലുകാർക്കും അറിയാം, വീട്ടുകാർക്കും അറിയാം, ഇദ്ദേഹത്തിനും അറിയാം ഇദ്ദേഹത്തിന് തിരിച്ചു വരവില്ലെന്ന്. തിരിച്ചു വരവില്ലെങ്കിലും ആ കുടുംബത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ഊറ്റിയെടുക്കാനുള്ള ഒരു ഉപകരണമായി ഈ ശരീരത്തെ മാറ്റുക, അത് അവസാനിപ്പിക്കേണ്ട, ബോധപൂർവം അവസാനിപ്പിക്കേണ്ട. ബോധപൂർവം അവസാനിപ്പിക്കാൻ മനുഷ്യൻ തീരുമാനിച്ചാൽ അതിന് നിയമം മൂലം പരിരക്ഷ നൽകേണ്ടതാണ്. അതാണ് സുപ്രീം കോടതി പറഞ്ഞ നിർദ്ദേശങ്ങളുടെ കാതൽ. വർക്കിംഗ് പ്രസിഡന്റ് KNK നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി S. ഹനീഫ റാവുത്തർ ലിവിംഗ് വിൽ ക്യാമ്പയിൻ വിശദീകരിച്ചു. കേരള ലീഗൽ സർവീസസ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ CS മോഹിത്ത് ലിവിംഗ് വില്ലിനെ സംബന്ധിച്ച് ക്ലാസ് എടുക്കുകയും ലിവിംഗ് വിൽ ഏറ്റുവാങ്ങുകയും ചെയ്തു. ആരോഗ്യത്തോടെ വാർദ്ധക്യം, പാലിയേറ്റീവ് കെയർ എന്ന വിഷയത്തിൽ ഡോക്ടർ മിനു മോഹനും, സോഷ്യൽ മീഡിയ എന്ന വിഷയത്തെ അധികരിച്ച് H. സോയേഷും, മൊബൈൽ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അധികരിച്ച് ഹെൽപ്പേജ് ഇന്ത്യ ടീമും ക്ലാസുകൾ നയിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, മുനിസിപ്പൽ ചെയർമാൻ MO ജോൺ, KV രവീന്ദ്രൻ, TK ചക്രപാണി, PC ഹരിഹരൻ തുടങ്ങിയവർ സംസാരിച്ചു.